ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. എല്ലാവർക്കും ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഓണപ്പരീക്ഷ മോഡൽ എക്സാമിലേക്ക് സ്വാഗതം. മോഡൽ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ, ഏതൊക്കെ മോഡലിലാണ് ചോദ്യങ്ങൾ വരിക എന്നതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുക. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ റിവിഷൻ എന്ന നിലയിൽ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാരണം ഈ വർഷം മാറിയ പുതിയ പാഠപുസ്തകമാണ് EVSൽ 2026 നിങ്ങൾക്ക് തരുന്ന പാഠപുസ്തകത്തിൽ മാറ്റമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യപേപ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നന്നായി തന്നെ പഠിക്കുക. ശേഷം ഈ ചോദ്യപേപ്പറിൻ്റെ മോഡൽ ഒന്ന് എഴുതി നോക്കുക. എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ പരീക്ഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ EVS 4ാം ക്ലാസ്സിൻ്റെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയാണ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. ആക്ടിവിറ്റി 1, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. വിനു ആൻഡ് ഫ്രണ്ട്സ് ആർ പ്രിപ്പയറിംഗ് എ മാഗസീൻ ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ടു കളർ ദ ബബിൾ ഇൻസൈഡ് ദ പിക്ചർ ബേസ്ഡ് ഓൺ ദർ ഹാബിറ്റാറ്റ്. യൂസ് റെഡ് കളർ ഫോർ സീറോഫൈറ്റ്സ് ആൻഡ് ബ്ലൂ കളർ ഫോർ അക്വാട്ടിക് പ്ലാന്റ്സ്. അപ്പം ഇതിൽ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സീറോഫൈറ്റ്സിൽ നിങ്ങൾ റെഡ് കളർ കൊടുക്കുക. ഇതിൽ അക്വാട്ടിക് പ്ലാന്റ്സ് ജലത്തിൽ വളർന്ന സസ്യങ്ങൾക്ക് നിങ്ങൾ ബ്ലൂ കളർ കൊടുക്കുക. ഈ റൗണ്ടിൽ അത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ആദ്യത്തെ കാക്ടസ് നമുക്കറിയാം മരുഭൂമിയിൽ വളരുന്നതാണ്, സീറോഫൈറ്റ് ആണ്. അടുത്ത ലോട്ടസ് ബ്ലൂ കളർ അക്വാട്ടിക് ആണ്. അടുത്ത പ്ലാന്റും മരുഭൂമിയിൽ വളരുന്നതാണ്. നെക്സ്റ്റ് ആമ്പലാണ്, അത് വെള്ളത്തിൽ വളരുന്നത്. അടുത്തത് മുൾച്ചെടി അല്ലേ, അത് മരുഭൂമിയിലുള്ളതാണ്. പിന്നെയുള്ളത് വെള്ളത്തിൽ വളരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇഫ് യു വോണ്ട് ടു നോ വാട്ട് ഇസ് സീറോഫൈറ്റ്സ് ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്, ജസ്റ്റ് ചെക്ക് അവർ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സീറോഫൈറ്റ്സ് അക്വാട്ടിക് പ്ലാന്റ്സ് അവസാന നിമിഷത്തിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ലിങ്ക് കൊടുക്കാം. EVS ക്ലാസ്സിൻ്റെ ഒന്നെടുത്ത് കണ്ടു നോക്കുക കേട്ടോ. B. Fishes have a body shape suitable for moving in water. From the terms given below, select the correct option related to movement of fish in water. Answer വരുന്നത് 1 and 4 ആണ്. മൂവ്മെൻറ്റ് ഓഫ് ഫിഷിൻ്റെ അല്ലേ, അപ്പോൾ 1 and 4. ഷേപ്പ് ഓഫ് 1 ആണ്. ഷേപ്പ് ഓഫ് ഫിഷ് ടെയിൽ ഫിന്ന്, സ്ലിപ്പറി ബോഡി ഫിൻസ് കേട്ടോ. C. Find out the odd one and write it in the box given below. തന്നിരിക്കുന്നതിൽ ഒറ്റയാൻ ആര്? odd one കേട്ടോ. ഫോറസ്റ്റ്, പോണ്ട്, സീ, ഡെസേർട്ട്. അപ്പോൾ ഇതിൽ പോണ്ടാണ് odd one ഔട്ട് വരിക. പോണ്ട് ഹീസ് ഹാബിറ്റാറ്റ് ആൻഡ് അതേഴ്സ് ആർ എക്കോസിസ്റ്റം. അടുത്തത് ആക്ടിവിറ്റി 1B, ഓർഗാനിസംസ് ആൻഡ് സർവൈവൽ ആണ്. ചോദ്യം വരുന്നത് ഡിഫറെൻറ്റ് ഓർഗാനിസം ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം ടു സർവൈവ് ഇൻ ദർ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്. നോട്ട് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ് അനിമൽസ് ദാറ്റ് ഇനാബിൾ ദം ടു ലിവ് ഇൻ ദർ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സർവൈവലിന് സഹായിക്കുന്ന ബോഡി ഫീച്ചേഴ്സ് ഒട്ടകത്തിൻ്റെ എന്താണ്? ക്യാമലിൻ്റെ ഫാറ്റ് ഇൻ ഹംപ് ഹെൽപ്പ് ടു സർവൈവ് ഇൻ ദ ഡെസേർട്ട്സ് ഫോർ ഡേയ്സ് വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ. വെള്ളം കുടിക്കാതെ ഒരുപാട് കാലം ഡെസേർട്ടിൽ അതിന് ജീവിക്കാൻ കഴിയുന്നു. അടുത്തത് ഫിഷിൻ്റെ സർവൈവൽ എന്താണ്? ദ ബോഡി ഷേപ്പ്, ഫിൻസ്, ടെയിൽ ഫിന്ന്, അറേഞ്ച്മെൻറ്റ് ഓഫ് സ്കെയിൽസ് ആൻഡ് സ്ലിപ്പറി നേച്ചർ ഹെൽപ്പ് ദം മൂവ് ത്രൂ വാട്ടർ. ഫിഷ് ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. അടുത്തത് ഒബ്സർവ് ദ സിറ്റുവേഷൻസ് ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ് ഫ്രം ഇറ്റ് ലിസ്റ്റ് ഔട്ട് ദ ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് ഡിമോളിഷൻ ഓഫ് ഹിൽസ് ആൻഡ് റീക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. അപ്പോൾ വയൽ നികത്തുന്നതും കുന്നുകൾ ഇടിച്ച് നികത്തുന്നതൊക്കെയാണ് ഇതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതുക. ഡിമോളിഷൻ ഓഫ് ഹിൽസ്, loss of habitat of animals and other organisms, soil erosion and landslides may occur, natural disasters can increase. അടുത്തത് വരുന്നത് reclamation of paddy fields ആണ്. reduction in food production, many aquatic organisms lose their habitat, groundwater recharge decreases leading to water scarcity. അടുത്ത ചോദ്യം സെലക്ട് ഫ്രം ദ ഫോളോയിങ് ദ മോസ്റ്റ് സൂട്ടബിൾ സ്ലോഗൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. അപ്പോൾ എക്കോസിസ്റ്റത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു സ്ലോഗൻ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് താഴത്തെ ബോക്സിൽ എഴുതിയാൽ മതി. പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. അടുത്തത് ആക്ടിവിറ്റി 2 തന്നെയാണ്. 1B കഴിഞ്ഞു. ഇനി 2 പ്രൊട്ടക്ഷൻ ഓഫ് എർത്ത് അവർ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ടോപ്പിക്കിൽ കംപ്ലീറ്റ് ദ ടേബിൾ ആണ് തന്നിരിക്കുന്നത് ബേസ്ഡ് ഓൺ സോയിൽ പൊല്യൂഷൻ. റീസൺസ് ഫോർ സോയിൽ പൊല്യൂഷൻ, മണ്ണ് മലിനീകരണത്തിനുള്ള കാരണങ്ങൾ. ഓർഗാനിസംസ് അഫക്റ്റഡ് ബൈ സോയിൽ പൊല്യൂഷൻ, അപ്പോൾ ഈ സോയിൽ പൊല്യൂഷൻ കാരണം ബാധിക്കപ്പെടുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്? കോൺസിക്വൻസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഓൺ എക്കോസിസ്റ്റം. അപ്പോൾ ഈ പറയുന്ന മണ്ണ് മലിനീകരണപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ എക്കോസിസ്റ്റത്തിൽ സംഭവിക്കുക, അതും എഴുതണം കേട്ടോ.
അപ്പോൾ ആദ്യത്തെ ബോക്സിൽ എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് അവർ തന്നിട്ടുണ്ട്, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ത്രോയിങ് പ്ലാസ്റ്റിക് വേസ്റ്റ്, അൺസയൻറ്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. അടുത്ത ബോക്സിൽ എർത്ത് വേം, മൈക്രോ ഓർഗാനിസം, ബേർഡ്സ്, ഫ്രോഗ്. അടുത്ത ബോക്സിൽ എക്സ്റ്റിങ്ഷൻ ഓഫ് വേരിയസ് ഓർഗാനിസംസ്, ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി, ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, വേരിയസ് ടൈപ്പ് ഓഫ് ഡിസീസസ്. ബി ചോദ്യം, എക്സാമിൻ ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ്. താഴെ തന്നിരിക്കുന്ന മലിനീകരണം, അതായത് പൊല്യൂഷൻ ആണ് തന്നിരിക്കുന്നത്, ഏത് തരത്തിലുള്ള പൊല്യൂഷൻ ആണെന്ന് എടുത്ത് ബോക്സിൽ എഴുതുക. ആദ്യത്തെ എയർ പൊല്യൂഷൻ ആണ്, രണ്ടാമത്തെ വാട്ടർ പൊല്യൂഷൻ ആണ്. ആക്ടിവിറ്റി 3 ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നുള്ള ചോദ്യമാണ് കേട്ടോ ഇത്. അപ്പോൾ നോക്കാം, നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് ഞാൻ വായിച്ചു തരാം, അതിനെ തുടർന്നാണ് നമുക്ക് ചോദ്യോത്തരങ്ങൾ ഉള്ളത്. Foreigners first came to India to buy spices like cardamom and pepper and textiles like silk and cotton. Gradually, they started industries after receiving privileges from the local rulers. Various regions of India were ruled by local rulers. They fought with each other and it made matters easier for the British. Gradually, agriculture, trade and the kings came under the control of the foreigners. Using improved weapons like cannons and guns and warfare tactics, they subdued the natives and the local rulers. Over time, the British gained control over all parts of India. For the next 200 years, India was under their control. Read the note above and answer the following ആണ്. What was the main aim of foreigners reaching India? Answer വരുന്നത് ഓപ്ഷൻ സി, to buy spices and textiles ആണ്. അടുത്തത്, why was it so easy for the British to bring India under their control? Answer, various regions of India were ruled by local rulers. They fought with each other and it made so easy for the British to bring India under their control. D ചോദ്യം, for how long was India under the control of British? 2 centuries. ആക്ടിവിറ്റി 4 ഇൻഡിപെൻഡൻസ് ത്രൂ സ്ട്രഗിൾസ് ആണ്. എ ചോദ്യം വരുന്നത്, ദ സോൾട്ട് സത്യാഗ്രഹ ആൻഡ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആർ ദ ഗ്രേറ്റസ്റ്റ് സ്ട്രഗിൾസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. പ്രിപ്പയർ നോട്ട്സ് ഓൺ ദീസ് 2 ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ സോൾട്ട് സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ പഠിക്കുക മാക്സിമം. അപ്പോൾ സോൾട്ട് സത്യാഗ്രഹനെ കുറിച്ച്, സ്റ്റാർട്ടഡ് ഇൻ 1930 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാ ഗാന്ധി. ഗാന്ധി മാർച്ച്ഡ് ഫ്രം സബർമതി ആശ്രം ടു ഡണ്ടി ടു പ്രൊട്ടസ്റ്റ് എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് സോൾട്ട് ലോ ആൻഡ് സോൾട്ട് ടാക്സ്. ഇത് അടുത്ത പോയിന്റ് അല്ല കേട്ടോ. ഗാന്ധി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് മെയ്ഡ് സോൾട്ട് അറ്റ് ദണ്ടി ബ്രേക്കിംഗ് ദ ബ്രിട്ടീഷ് സോൾട്ട് ലോ. ഇതും അടുത്ത പോയിന്റ് അല്ല, കണ്ടിന്യൂഷൻ ആണ്. It became a major part of the civil disobedience movement. It encouraged people to break unjust laws peacefully and boycott British goods. ഇവിടെയും ഫുൾ സ്റ്റോപ്പ് വേണ്ട. അടുത്ത, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ 1942 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാ ഗാന്ധി. ദ മൂവ്മെന്റ് ഡിമാൻഡഡ് ദാറ്റ് ദ ബ്രിട്ടീഷ് ലീവ് ഇന്ത്യ ഇമ്മീഡിയറ്റ്ലി. ഗാന്ധി ഗേവ് ദ ഫേമസ് സ്ലോഗൻ ഡു ഓർ ഡൈ. ഇറ്റ് ബിക്കേം എ നേഷൻ വൈഡ് മാസ് മൂവ്മെന്റ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. മെനി ലീഡേഴ്സ് വർ അറസ്റ്റഡ് ബട്ട് പീപ്പിൾ കണ്ടിന്യൂഡ് ദ സ്ട്രഗിൾസ് അക്രോസ് ഇന്ത്യ. ഇപ്പോൾ ഈ ചോദ്യം വരുന്നത്, വിച്ച് ഫ്രീഡം ഫൈറ്റർ ഈസ് നോൺ ആസ് ഫ്രണ്ടയർ ഗാന്ധി? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഫ്രണ്ടയർ ഗാന്ധി എന്നറിയപ്പെടുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത് 5A, ടോപ്പോഗ്രഫി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മാപ്പിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ മാപ്പ്, ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ആർ ദി 2 states ദാറ്റ് ഷെയർ ബോർഡേഴ്സ് വിത്ത് 5 states? 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സ്റ്റേറ്റുകളുടെ പേര് മധ്യപ്രദേശും രാജസ്ഥാനും. വിച്ച് ഇസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. സ്റ്റേറ്റുകളാണ് കേട്ടോ ചോദിച്ചത്. വിച്ച് ആർ ദ 2 states ആണ്. ഏതൊക്കെ 2 സംസ്ഥാനങ്ങളാണ്? വേറെ 5 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുള്ളതാണ് മധ്യപ്രദേശും രാജസ്ഥാനും. വിച്ച് ഇസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. വിച്ച് സീ ഈസ് ഫൗണ്ട് ഓൺ ദ വെസ്റ്റ് ഓഫ് കേരള? കേരളത്തിൻ്റെ വെസ്റ്റ് കാണുന്നത് അറേബ്യൻ സീ. ഫൈൻഡ് ഔട്ട് അനദർ സ്റ്റേറ്റ് അതർ ദാൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് ആന്ധ്രാപ്രദേശ് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് ബേ ഓഫ് ബംഗാൾ. തമിഴ്നാടു. വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് ദാറ്റ് ഷെയർ ബോർഡർ വിത്ത് കേരള? തമിഴ്നാടു ആൻഡ് കർണാടക. അടുത്തത് ആക്ടിവിറ്റി 5B, ഫ്ലൈയിങ് ഫ്രണ്ട്സ് ആണ്. റീന ഗിവ്സ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ഹർ ഒബ്സർവേഷൻ ഓഫ് വേരിയസ് സ്പീഷീസ് ഓഫ് ബേർഡ്സ് റെഗുലർലി സീൻ അറൌണ്ട് ഹർ ഹൗസ്. എക്സാമിൻ ഈച്ച് ആൻഡ് മാച്ച് ദി ഇൻഫർമേഷൻ ടു ദി അപ്രോപ്രിയേറ്റ് ബേർഡ് ആണ്. അപ്പം നമുക്ക് ഫ്ലൈസ് ഹൈ, ഹാസ് പോയിന്റഡ് ഗ്ലോസ് ആൻഡ് ഷാർപ്പ് ബീക്ക്, ചേസസ് ആൻഡ് ക്യാച്ചസ് ദ പ്രേ. അങ്ങനെയുള്ള ബേർഡ് ഏതാണ്? ഈഗിൾ. അടുത്തത് ഹാസ് ബ്ലാക്ക് കളർ, ട്രാവൽസ് ഇൻ ഗ്രൂപ്പ്സ്, ക്ലീൻ ദ സറൗണ്ടിങ്സ്. ക്രോ. ഹാസ് സ്മോൾ ബോഡി, ലോങ് ബീക്ക്, ഫ്ലൈസ് ഫാസ്റ്റ്, ഹൺസ് പ്രേ ഫ്രം പോണ്ട്സ് ആൻഡ് റിവേഴ്സ്. ഏതാണ്? കിങ് ഫിഷർ. ഈസ് ഓഫ് മീഡിയം സൈസ്, ഹാസ് ക്യാപ് ലൈക്ക് പാർട്ട് ഓൺ ദ ഹെഡ്, സ്ട്രോങ് പോയിന്റഡ് ക്ലോസ്. വുഡ് പെക്കർ. ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ മലയാളം പറയാത്തത് എക്സാം ക്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ.
അടുത്ത ബി ചോദ്യം, വിച്ച് ഇസ് ദ ബേർഡ് ദാറ്റ് ഹൺസ് പ്രേ ഇൻ പ്ലേസസ് വെർ ദർ ഇസ് വാട്ടർ? വെള്ളമുള്ളവിടങ്ങളിൽ ഇര തേടുന്ന പക്ഷി ക്രെയിൻ, കൊറ്റിയാണ് കേട്ടോ. സി ചോദ്യം, ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ബിലോ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായവ ഏതാണ് എന്ന് കണ്ടെത്തി താഴത്തെ ബോക്സിൽ എഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി സ്ട്രക്ചർ എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പരീക്ഷയിലെ ചോദ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയം ചോദ്യപേപ്പറാണിത്. മലയാളം മീഡിയം ചോദ്യപേപ്പറുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. ഒരു തവണയെങ്കിലും മോഡൽ ചോദ്യപേപ്പറുകൾ ഉത്തരങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. നന്നായി അറ്റൻഡ് ചെയ്യുക കേട്ടോ എക്സാം. താങ്ക് യു ഫോർ വാച്ചിങ്.